ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പാലുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് ആ കേക്ക് ടിന്ന് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒന്നെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. അത് നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോയൽ ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജെൽ കളറാണ്. കളറ് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബട്ടർ മിൽക്കും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ കളറൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ലാസ്റ്റ് ബാച്ച് പൊടിയും ബട്ടർ മിൽക്കും ബാക്കി മുഴുവനുള്ള ബട്ടർ മിൽക്കും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കളർ കുറവാണ് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അല്പം കൂടെ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റൊക്കെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം കേക്കിനെ ഞാനിവിടെ ഒരു 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്കിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ഇതുപോലെ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ നമുക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പിൽ അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു കേക്കിന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ചീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് നമ്മൾ മുന്നേ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം ചീസ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രീം ചീസിന് ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അത് ഐസിങ് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ കേട്ടോ ക്രീമിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ലെയർ ഞാൻ ഏറ്റവും അടിയിൽ വരുന്ന ആ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെയും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്കിനെ ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം കവർ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രം കോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് പിന്നെ സ്മൂത്താക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ മുകൾ ഭാഗമൊന്നും അങ്ങനെ ഒരുപാട് ഫിനിഷിംഗ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രംസ് ഇട്ട് കൊടുക്കും. സൈഡിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിനെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു പീസ് അത് നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലത്. പിന്നെ കേക്ക് ബോർഡിൽ ചാടിയിട്ടുള്ള ക്രംസൊക്കെ ഇതായി ഞാനിതുപോലെ സൈഡിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റിൽ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൂ വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. 649 ഗ്രാമാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്